When the river meets the sea, where the horizon stretches infinitely, this is Andagaranari, a breathtaking secret of Kerala that remains largely undiscovered. Unlike Kerala's bustling tourist destinations, Andagaranari stands still in its tranquility. Here, silence speaks louder than sound. This beach is not just about scenic beauty, it's a lifetime for thousands of families. Generations of fishermen have lived here, depending on the sea's generosity. എനിക്കിപ്പോൾ 56 വയസ്സുണ്ട്. ഈ 56 ഞങ്ങളൊക്കെയാണ് കുഞ്ഞുനാളി വരുമ്പോൾ തന്നെ ഇവിടെയൊക്കെ മുഴുവൻ ഈ മണ്ണ് കോരി എടുത്തുകൊണ്ട് ഈ പ്രദേശം മുഴുവൻ വെള്ളമായിരിക്കും. അങ്ങനെ അഴി പൊട്ടാറുള്ളത് അഴി പൊട്ടിക്കിടന്നു കഴിഞ്ഞാൽ ചീനവലക്കാർക്കും ഇവിടുത്തെ മറ്റേ മണിക്കൂറിലേക്ക് എല്ലാവർക്കും ഭയങ്കര നേട്ടങ്ങളാണ്. ഇപ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ അടഞ്ഞു തന്നെ കിടക്കുക. പിന്നെ 2 പുലിമുട്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല ആവർത്തി ഇങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ട്. പലരും വന്ന് പല UDF-ൻ്റെ ആയാലും LDF-ൻ്റെ ആയാലും BJP-യുടെ ആയാലും നേതാക്കന്മാർ വന്നിങ്ങനെ പറയും പോവും. അല്ലാതെ ഇവിടെ പത്മ വന്നൊന്ന് നോക്കി എനിക്ക് പത്മയായിരുന്ന സമയത്തൊന്ന് വന്ന് നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്നത് പത്രത്തിലൊന്നും ഇതൊന്നും കേട്ടിട്ടില്ല. പറഞ്ഞു കേൾക്കുന്നത് ഇവിടെ പിന്നെ 3 കോടി രൂപ വേണ്ട അനുവദിച്ചിട്ടുണ്ടെന്ന് പറയാം പുലിമുട്ടിന് വേണ്ടി. അങ്ങനെയുള്ള അല്ലാതെ ഇവിടെ ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു പുരോഗമനം ഇല്ലാതെ ഇത് തന്നെ നമ്മൾ നിങ്ങൾ നോക്കാനുണ്ട്. ഈ 36 കോടി രൂപക്ക് സുനാമി ഫണ്ട് ഈ പണിത കെട്ടിടങ്ങളാണ് കിടക്കുന്നത്. 36 കോടി രൂപ മുടക്കിയാണ് അതിൻ്റെ ആ അവസ്ഥയാണ് കിടക്കുന്നത്. പ്രയോജനമില്ല. ഇപ്പം തീർത്ത് കളിക്കാൻ കുറേ പട്ടി അനാകാശ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി വന്ന ഏറ്റവും നല്ലത് കുറയാണ് ഈ വിധത്തിലായി തൊഴിലേ അവിടെ കിടന്നിട്ട് 6 മണിക്ക് കിടന്നിട്ട് അവിടെ കിടന്ന് താക്കയും തൂരി കട്ടിയും തൂരി കടത്തിലൂടെ കൊണ്ടുവരുന്ന രൂപ എത്ര ചിലവാണ്. ഇതുപോലെ വള്ളങ്ങൾ കയറി പല കൂടെയും കെട്ടിവിടുകയും ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ നേതാക്കം കൊണ്ട് വന്നാൽ നമുക്ക് അവരെ 8 മണി 9 രാത്രി 12 മണിയാകുമ്പോഴൊക്കെ ഞങ്ങൾ വന്നിട്ടുള്ളൂ. എപ്പോഴാണ് മീൻ വന്നെന്ന് അറിയാൻ നിൽക്കിയത്. അത് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഒരു വണ്ടിക്ക് ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ ഒരു വെള്ളക്കാർ വിളിക്കുമ്പോൾ ഇങ്ങനെ പോയാണ് ഇങ്ങോട്ട് തിരിച്ച് വന്നത്. ഇവിടെ ഈ വെള്ളക്കാർക്ക് ഇതായിട്ട് അഴി പാടിക്കിടന്ന ഇതായിട്ടാണ് ഇപ്പോൾ ഈ ആസിഡ് എല്ലാ കൊല്ലം ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ചെയ്യണ പനി എന്താണെന്ന് അറിയാം. 3-4 ആസിഡിനെ കൊണ്ടുവരും. അത് മഴ പെയ്യുമ്പോൾ വെള്ളം പൊങ്ങും. കിഴക്കൊന്നും വെള്ളം പൊങ്ങുമ്പോൾ അവർ ഇവിടെ ഇങ്ങോട്ട് വാടി വരും. വാടി വന്നേച്ചും ഒരു 3-4 ഗ്യാസിനെ കൊണ്ടുവന്നും ആന്തിച്ച് വാട് പോലെ വെക്കും. ഷെട്ടർ എല്ലാം ഓപ്പാക്കും വെള്ളം ഏറ്റം കയറാതിരിക്കാൻ. അപ്പോൾ ഇവിടെ എന്താണ് പണിയാന്ന് പറഞ്ഞാൽ മണ്ണ് കയറി പൊട്ടുന്നു. അവർ പൊട്ടിച്ചെല്ലുമ്പോൾ അവർ നോക്കുമ്പോൾ വ്യാപാരം എല്ലാം കാലം ഓടി 2 ദിവസത്തെ ഓടേ ഉള്ളൂ. 3-4 ദിവസം കടഞ്ഞു പോയി. ആദ്യം മറ്റേ ഗ്യാസിക്കാരും പഞ്ചായത്തുകാരും അവർ പോകും. ഇതാണ് എന്താ പറയുക ഇവിടെ ഇഷ്ടം പോലെ മീൻ ഇവിടെ അവിടം പോലെ ഉദ്യാൻ നേർച്ചിട്ടുണ്ട്. വണ്ടിയൊക്കെ കയറ്റിയിട്ട് ബാക്കി ഇത്ര മീനുണ്ട്. ചന്തക്കടവാണ്. ആ ചന്തക്കടവ് പോയി എല്ലാം പോയി. ഇപ്പോൾ ആർക്കും ഒരു ലക്ഷം ഇവിടുന്ന് 10-30 രൂപ വണ്ടികളെ കൊണ്ട് പോകാനൊക്കെ വെച്ച് വരും. കിട്ടിയില്ലെങ്കിൽ വണ്ടിക്ക് കാശ് കൊടുക്കണം. പണ്ട് കെട്ടി കിടക്കുകയും പിന്നെ അഴി തന്നെ ഓടുകയും ചെയ്യും തന്നെ അടയുകയും ചെയ്യണം. അഴിയാണ് പണ്ട് ഞങ്ങൾക്ക് വള്ളം എടുക്കണ ഈ സ്ഥലം ചന്തക്കടവായി. ഭയങ്കര മീനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇഷ്ടംപോലെ മീനുണ്ടാവും. അത് വണ്ടിക്കകത്ത് വന്ന് അകലെ കടൂരി പന്തളം ഇന്നൊക്കെ വന്ന് എന്തായാലും കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു 2000 മുതൽ ഇങ്ങോട്ട് ഈ പാലം ഒരു പാലം ഉണ്ടായിരുന്നു. ഈ പാലം വന്ന കാരണം അരി വെള്ളത്തിന് അങ്ങോട്ട് ഒരു കാണുന്ന ശക്തിയും അത് കാരണം പടിഞ്ഞാറ് മണ്ണിങ്ങോട്ട് കയറിയ ആ മണ്ണ് പടിഞ്ഞാട്ടും പോകും കിഴക്കാട്ടും പോലെ അങ്ങനെ. അപ്പോൾ വെള്ളം ഒഴുക്കി മണ്ണ് വന്ന് ആ പാലത്തിൻ്റെ അപ്പുറത്ത് ഇങ്ങോട്ട് നികന്നു പോയി. അപ്പോൾ വെള്ളം ഞങ്ങളൊക്കെ പോയെന്ന് പറഞ്ഞാൽ പോയിട്ട്
ഞാൻ 2021 പണി നിർത്തി, അറിയിപ്പൊക്കെ നിർത്തി. എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ പോകണം. 2500 വണ്ടി വാടക കൊടുക്കണം. ഇത് വഴിയായിട്ട് പോകണമെങ്കിൽ അവിടെ ചെന്ന് അവിടെ കടവ് കാശ് 250 രൂപ കൊടുക്കണം. അവിടെ വെള്ളം അടിക്കുന്നത് 1000 രൂപ കൊടുക്കണം. അങ്ങനെയാണ് വളരെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊണ്ട് 300 രൂപ ഇതാണ് കിട്ടുന്നത്. ഇവിടെ ഈ അന്തരാഷ്ട്രീയ ഇതിനായിട്ട് വടിക്കിടക്കുന്നുണ്ട്. ഈ മണ്ണ് ഇതിൻ്റെ അകത്ത് മണ്ണ് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയാൽ ഈ വള്ളക്കാർക്ക് ഇതിനകത്ത് കയറാം. വള്ളക്കാർക്ക് അത് പണിയുണ്ടാവും. ഇപ്പം നമ്മൾ വണ്ടിക്കൂലി മുടക്കി അവിടെ പോയി കിടന്ന് പാടുമ്പോട്ട് നമുക്ക് നമ്മളെ വരാനൊക്കെയുള്ളൂ. ഇവിടെ ആകുമ്പോൾ നമുക്ക് കണ്ടിട്ട് ഉണ്ടായില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് അടുത്ത് പിന്നെ മീൻ വരികയാണെങ്കിൽ അവിടെ പോയി പോരാം. കൊച്ചിയിൽ പോകണം. എത്ര ഒരുപാട് നഷ്ടമൊന്നുമില്ല. മണ്ണെണ്ണയും പെട്രോളൊക്കെ ചിലപ്പോൾ ഒന്നുമില്ല, പണിയില്ലാതെ 10,000-12,000 രൂപ മണ്ണെണ്ണയും പെട്രോളൊക്കെ അതും നഷ്ടമാണ്. ഈ ഒരു പാലം കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു കാരണം ഈ അരിയകത്ത് മണ്ണ് കയറി മൊത്തം നികന്നു. ചന്തക്കടവാണ്, സുന്ദരായ ചന്തക്കടവാണ്. ആ കടവ് കളഞ്ഞിപ്പോൾ കൊച്ചി ഇപ്പോൾ വെള്ളം എടുക്കണമെങ്കിൽ പുള്ളിയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവിടെ ഒരു ആളുകളുള്ളൂ. അത് കുറച്ച് വെള്ളക്കാർക്ക് കളഞ്ഞിട്ട് കയറി കിടക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നൊക്കെ ശരിയാണെങ്കിൽ അവർ എത്തി റോപ്പ് ചെയ്ത് ഇഷ്ടംപോലെ ഇതിൻ്റെ മരുവിൻ്റെ വഞ്ചിക്ക് റോപ്പ് ചെയ്തിക്കണം. വെള്ളം പൊടി ഇങ്ങനെ 2-3 കഷ്ണമായിട്ടൊക്കെ കിടന്ന്. അപ്പം ഇവിടെയാണെങ്കിൽ ഉണ്ടല്ലോ സുന്ദരമായിട്ട് ഒരു 6 മുതൽ ഇവിടെ വന്നെങ്കിൽ മതിയാണ്. ഇപ്പം വേറെ ഒന്നും വേണ്ട. ഇപ്പം ഈ മണ്ണ് അതിൻ്റെ അകത്തിരിക്കുന്ന മണ്ണ് മാറ്റിയാണെങ്കിൽ വള്ളക്കാർ അതിൻ്റെ അകത്ത് കയറാം. ഈ 10,000-3000 രൂപ വണ്ടി വാടകയും കൊടുത്ത് അവിടെ പോയി 10 രൂപ 30 ആളൊക്കെ ചിലവ് ചെയ്ത് അവിടെ പറ്റിച്ച് വീഴുമ്പോൾ എല്ലാം കിട്ടിയാൽ ഒന്നും കിട്ടിയത്. ഒരാഴ്ച പണിക്ക് പോയി കഷ്ടി വന്ന ഒരു 400-500 രൂപ ഒക്കെ അപ്പുറത്ത് കിട്ടിയത്. അതിപ്പോഴത്തെ പിള്ളേരിലൊക്കെയാണ് കുട്ടിയെ 10 രൂപ വീട്ടിൽ തരികയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വേണം ഈ പാലം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ അന്ധകാരിയുടെ മുയച്ചായ പോയി. കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം പൊടിയാൻ കിടപ്പുണ്ട്. എൻ്റെ അകത്ത് ഇഷ്ടംപോലെ വെള്ളം കിടപ്പുണ്ട്. അതൊക്കെ ഈ അരി തുറന്നു കിടന്നെങ്കിൽ ആ വെള്ളക്കാരൊക്കെ കൊണ്ടുപോയി പോകാൻ ഗ്യാസിൽ വന്ന് ഗ്യാസിക്ക് 4,000-5,000 രൂപ കൊടുക്കണം. അവിടെ വെള്ളം കെട്ടി വേണ്ടി പനിയായിട്ട് കൊണ്ടുവന്നെങ്കിൽ ഇഷ്ടംപോലെ വെള്ളക്കാരൻ എന്തൊക്കെ കിടക്കണം. ഭാര്യയായിട്ട് കിടപ്പുണ്ട്. എങ്ങനെ പോയി ഗ്യാസിക്ക് 5,000 രൂപ കൊടുക്കണം. അതിൽ കെട്ടി വെച്ച് പണിയാതൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോകാനൊക്കെ ഉള്ളൂ, പണിക്ക് പോകാനൊക്കെ ഉള്ളൂ. അത് കടൽ കൊണ്ടാണ് പോകാനും ഒക്കെ ചെയ്ത്. പിന്നെ കടൽ കൊണ്ട് കിടക്കാട്ട് പിടിച്ച് പിന്നെ അതിലൊക്കെ വെച്ച് കിടക്കാട്ട് കയറ്റണം. ഇവിടുത്തെ ഈ പാലം ഇവിടെ വന്നത് ഈ അന്ധകാരനായിരിക്കും. അവിടെ വികസനം പോയി എല്ലാം പോയി. കടയിൽ പണിക്ക് പോകണമെന്ന് എല്ലാവരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇവിടെ നിന്നൊക്കെ പണിക്കൊണ്ട് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ പഠിക്കും. Guiding countless ships to safety, this lighthouse is a symbol of strength and endurance, a reminder of Kerala's deep connection with the sea. Andagaranari is more than just a beach. It's an experience, a memory etched in every visitor's heart. Will you step into its hidden charm?